ശരീരഭാരം കുറയ്ക്കാൻ എളുപ്പത്തിലുള്ള വഴിയാണ് ഗുളിക കഴിക്കുക എന്നുള്ളത്. ഇങ്ങനെ അമിതവണ്ണം കുറയ്ക്കുന്ന പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. സെമാഗ്ലൂട്ടൈഡിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഓർലിസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റിനെ കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെയിറ്റ് ലോസിന് വേണ്ടി FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ള മെഡിസിനാണ് ഓർലിസ്റ്റാറ്റ്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, ആരൊക്കെയാണ് കഴിക്കേണ്ടത്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോക്ടർ എന്ന് പറയാം. നിങ്ങളുടെ BMI 30 മുകളിലേക്കാണെങ്കിൽ നിങ്ങൾക്കും ഓർലിസ്റ്റാറ്റ് ഉപയോഗിക്കാം വെയിറ്റ് കുറയ്ക്കാൻ. ഇനി നിങ്ങൾക്ക് ശരീരഭാരം കൂടുന്നതിനോടൊപ്പം തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, പ്രമേഹമുണ്ട്, കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ BMI 27 ആണെങ്കിലും നിങ്ങൾക്കും ഓർലിസ്റ്റാറ്റ് ഉപയോഗിക്കാം. പക്ഷേ വെറും ഓർലിസ്റ്റാറ്റ് കഴിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റിനേക്കാളും മാക്സിമം വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത് ഓർലിസ്റ്റാറ്റിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും കൂടി ചെയ്താലാണ്. ഓർലിസ്റ്റാറ്റ് കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് തുടങ്ങുന്നതാണ്. 2 മാസമെങ്കിലും ഓർലിസ്റ്റാറ്റ് ഡെയിലി കഴിക്കുന്നവർക്കാണ് മാക്സിമം വെയിറ്റ് ലോസ് കണ്ടിട്ടുള്ളത്. ഇനി എത്രത്തോളം വെയിറ്റ് കുറയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആവറേജ് 5.6 കിലോഗ്രാമാണ് 6 മാസം കൊണ്ട്. പലതരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് ഓർലിസ്റ്റാറ്റിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഓർലിസ്റ്റാറ്റ് കഴിക്കാത്തവർക്ക് ഇതേ 6 മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള വെയിറ്റ് ലോസ് 2.4 kg മാത്രമായിരുന്നു. ഓർലിസ്റ്റാറ്റ് വെയിറ്റ് കുറയ്ക്കുക മാത്രമല്ല, വെയിറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ BMI കുറയും, വേസ്റ്റ് സർക്കംഫറൻസ് കുറയും, ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും, LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും. നിങ്ങൾക്ക് ഓൾറെഡി പ്രമേഹം തുടങ്ങിയിട്ടില്ല, പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജാണ് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ തിരിച്ച് നോർമൽ ലെവലിലേക്ക് നിർത്താനും ഓർലിസ്റ്റാറ്റിന് കഴിവുണ്ടെന്ന് പല സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക് ഗൈഡ്ലൈൻസ് പറയുന്നത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പോലും ചൈൽഡ്ഹുഡ് ഒബീസിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓർലിസ്റ്റാറ്റ് ഉപയോഗിക്കാമെന്നാണ്. എങ്ങനെയാണ് ഓർലിസ്റ്റാറ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയാം. നമ്മുടെ ബോഡിയിൽ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേര് ലൈപ്പേസസ് എന്നാണ്. ഇത് സ്റ്റൊമക്കിൽ നിന്ന് സെക്രീറ്റഡ് ആവുന്നുണ്ട്, പാൻക്രിയാസ് എന്ന ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓർലിസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നത് ഈ ലൈപ്പേസസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ്, അതായത് ബ്ലോക്ക് ചെയ്തിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫാറ്റിനെ ചെറിയ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റാൻ, അതേപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ ഈ പറഞ്ഞ ലൈപ്പേസസ് വേണം. ഇതേ ലൈപ്പേസസിനെയാണ് ഓർലിസ്റ്റാറ്റ് ബ്ലോക്ക് ചെയ്യുന്നതും. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ബോഡിയിലെത്തുന്ന ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ 30% വരെ കുറയ്ക്കാൻ ഓർലിസ്റ്റാറ്റിന് കഴിവുണ്ട്. ഫാറ്റിൻ്റെ മെറ്റബോളിസത്തിൽ മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലും ഓർലിസ്റ്റാറ്റിന് റോൾ ഉണ്ടെന്ന് ചില റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഓർലിസ്റ്റാറ്റ് 60 മില്ലിഗ്രാമിൻ്റെയും 120 മില്ലിഗ്രാമിൻ്റെയും ടാബ്ലറ്റ്സും ക്യാപ്സ്യൂൾസൊക്കെ അവൈലബിൾ ആണ്. അഡൽട്ട് ഡോസ് എന്ന് പറയുന്നത് 120 മില്ലിഗ്രാം ഒരു ദിവസം 3 നേരമാണ്. ഇത് കഴിക്കേണ്ടത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. 120 മില്ലിഗ്രാമിൻ്റെ മുകളിലേക്ക് ഒരു ദിവസം കഴിച്ചിട്ട് കൂടുതൽ ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല. ഓർലിസ്റ്റാറ്റ് കഴിക്കുമ്പം ലോ കാർബ് ഡയറ്റാണ് കഴിക്കേണ്ടത്. അതിൽ ഫാറ്റിൽ നിന്നും കിട്ടുന്ന കാലറീസ് 30% താഴേക്കായിരിക്കണം. ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മരുന്നാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അതായത് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓർലിസ്റ്റാറ്റ് കഴിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾക്കിത് സേഫ്ലി കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ ഡോക്ടേഴ്സുമായി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഡോഫോഡി ഉപയോഗിക്കാം. ലോകത്ത് എവിടുന്ന് വേണമെങ്കിലും ഒരു ഡോക്ടറുമായിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാം. നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി കുറച്ചും കൂടി സയൻറ്റിഫിക്കും ഇഫക്റ്റീവും സേഫും ആക്കാൻ ഡോഫോഡി പോലത്തെ ഓൺലൈൻ കൺസൾട്ടേഷൻ സർവീസസ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഓർലിസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 10 ടാബ്ലറ്റിന് 375 റുപ്പീസിനടുത്താണ് വരുന്നത്. ഇനി ഓർലിസ്റ്റാറ്റ് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ ഓർലിസ്റ്റാറ്റ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ഓർലിസ്റ്റാറ്റിൻ്റെ ആ ഡോസ് കഴിച്ചിട്ട് കാര്യമില്ല. കാരണം ആ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫാറ്റ് അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഡോസ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഡോസ് കഴിച്ചാൽ മതി. ഓർലിസ്റ്റാറ്റ് കഴിക്കുമ്പോൾ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷനും കുറയുന്നുണ്ട്. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് വൈറ്റമിൻ A, D, E, K ആണ്. അതുകൊണ്ട് തന്നെ ഓർലിസ്റ്റാറ്റ് സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും സപ്ലിമെൻ്റ് രൂപത്തിൽ എല്ലാ ദിവസവും കഴിക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ കഴിക്കുന്ന മൾട്ടിവിറ്റാമിൻസിൻ്റെ സപ്ലിമെൻ്റ് ഓർലിസ്റ്റാറ്റ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓർലിസ്റ്റാറ്റിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാറ്റ് മര്യാദയ്ക്ക് അബ്സോർബ് ആവാത്തതുകൊണ്ട് തന്നെ സ്റ്റൂളിന് കുറച്ച് സ്മെല്ല് കൂടുതലായിരിക്കും. അതിൽ ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചിലർക്ക് ഡയറിയ ഉണ്ടാവാം, ഫീക്കൽ സ്പോട്ടിംഗ് ഉണ്ടാവാം, ഏനൽ ഫിഷർ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡയറ്റിലുള്ള കാലറീസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫാറ്റിൻ്റെ അളവും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർലിസ്റ്റാറ്റ് കഴിച്ചിട്ട് അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള അബ്ഡോമിനൽ പെയിനും ഇത്തരത്തിലുള്ള സിംറ്റംസും സൈഡ് എഫക്ട്സും ഒക്കെ കുറച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. ചില പേഷ്യൻസിന് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടാക്കാനുള്ള കഴിവ് ഓർലിസ്റ്റാറ്റിന് ഉണ്ടെന്നുള്ളതും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഓർലിസ്റ്റാറ്റ് കണ്ടിന്യൂ ചെയ്യാൻ. ഓർലിസ്റ്റാറ്റിൻ്റെ മറ്റൊരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് ലിവറിനെ ഫംഗ്ഷനെ ബാധിക്കുന്നതാണ്. AST, ALT അതിൻ്റെ അളവ് കൂടാം. ചിലർക്ക് ലിവർ ഫെയിലിയർ പോലും ഓർലിസ്റ്റാറ്റിൻ്റെ യൂസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതുകൊണ്ടും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഓർലിസ്റ്റാറ്റിന് കുറയ്ക്കാൻ കഴിവുള്ളതുകൊണ്ടും എല്ലുകളിൽ തേയ്മാനം ഉണ്ടാകാനും ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാക്കാനും ഓർലിസ്റ്റാറ്റിന് കഴിവുണ്ട്. നിങ്ങൾ തൈറോയിഡിന് വേണ്ടി ലിവോ തൈറോക്സിൻ എടുക്കുന്നുണ്ട്, രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി വാർഫാരിൻ കഴിക്കുന്നുണ്ട്,
HIV ട്രീറ്റ്മെൻറ്റിലുള്ള ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിസിൻസിൻ്റെ ഒന്നും കൂടെ ഓർലിസ്റ്റായിട്ട് കഴിക്കാൻ പാടുള്ളതല്ല. കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്ത് നോക്കിയിട്ടും ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടും ഓർലിസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. പക്ഷേ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് വേണ്ടിവരും. ഓർലിസ്റ്റായിട്ട് മാത്രം കഴിച്ചാൽ കിട്ടുന്നതിനേക്കാളും വെയിറ്റ് ലോസ് ഓർലിസ്റ്റാറ്റിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസ് പ്ലാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ഇഫക്ട്സ് ഉണ്ടാവും. ഒരിക്കൽ കുറച്ച് വെയിറ്റ് പിന്നീട് കൂടാതെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ വെയിറ്റ് ലോസ് ഇഫക്റ്റീവ് ആക്കാൻ നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനും എക്സസൈസ് റുട്ടീനും കോച്ചിങ് സെഷനൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസസും ഡോഫോഡിയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കാണാം. വെയിറ്റ് ലോസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്താണ് അറിയേണ്ടത്? നിങ്ങളുടെ സംശയങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. വെയിറ്റ് ലോസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.